അപ്പോൾ ബാബരി മസ്ജിദിനെ പറ്റി സംസാരിക്കാതിരിക്കുക, അത്തരം ചർച്ചകളിൽ പങ്കെടുക്കാതിരിക്കുക, അതൊരു മുറിവാണ്. ആ മുറിവിൽ വീണ്ടും വീണ്ടും തൊട്ട് വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മറക്കാൻ ആഗ്രഹിക്കുന്നത് ചോദിക്കുമ്പോൾ, ഒന്ന്, കോൺഗ്രസ്സാണ് അതിൻ്റെ പ്രധാന കാരണക്കാരൻ. ബാബരി മസ്ജിദ് തകർത്ത് കളയാൻ തക്ക രാഷ്ട്രീയമായ പിൻബലം അന്ന് ബി ജെ പിക്കോ സംഘപരിവാറിനോ ആർ എസ് എസിനോ ഇന്ത്യയിലില്ല. ബി ജെ പി 82 അധികാരത്തിൽ 2 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ 82 മാറുന്നപ്പോഴാണ് ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷമാണ്. അപ്പോൾ ഒരു തർക്കമന്ദിരം എന്ന് കോൺഗ്രസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വിളിക്കുന്ന ഒരു പള്ളി തകർത്ത് കളയാൻ പറ്റിയ ഒരു രാഷ്ട്രീയ ഫോഴ്സേ ആയിരുന്നില്ല അന്ന് സംഘപരിവാർ. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്തതിൽ കോൺഗ്രസ് കുറ്റവാളി തന്നെയാണ്. അതിൽ ഒരു തർക്കമില്ല. അത് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അത് അവർ തിരിച്ചറിഞ്ഞിട്ടും അതവർ അക്നോളജ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിനെ ഒരു പബ്ലിക് മെമ്മറിയിൽ നിന്ന് മാച്ച് കളയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പബ്ലിക് മെമ്മറിയിൽ നിന്ന് മാച്ച് കളയാൻ മാഞ്ഞു പോകുന്നതല്ലാതെ അതിൻ്റെ കാരണം ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ്. അവർ എന്താണോ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് സ്വപ്നം കണ്ടത്, അതാണ് ഇന്ത്യ എന്ന രാജ്യമായി മാറിയത്. അതിൽ പലതരം ആശയങ്ങളുണ്ടാകാം, പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ടാകാം. പക്ഷേ ഒരു കോമണായി അവരുടെ സ്വപ്നമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യ എന്ന സ്വപ്നത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ആ ഇന്ത്യ എന്ന ആശയത്തിൽ വന്നിട്ടുള്ള വീഴ്ചകൾ, അത് ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ച വീഴ്ചകൾ, പിന്നീട് കൂടുതൽ ഗുരുതരമായി രാജീവ് ഗാന്ധിക്ക് സംഭവിച്ച വീഴ്ചകളൊക്കെയാണ് ബാബരി മസ്ജിദിൻ്റെ പതനത്തിലേക്ക് വന്നത്. അതിനുശേഷം എന്താണ് ദാവൂദ് പറഞ്ഞ പോലെ വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടു കോൺഗ്രസ്. ഉത്തരേന്ത്യയിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം കോൺഗ്രസിനേക്കാൾ നന്നായി കോൺഗ്രസ് ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യൻ ദേശീയത അതിലും അഗ്രസീവായി പറയാൻ ബി ജെ പി പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തു. അറച്ചറച്ച് പറയാതെ പച്ചയ്ക്ക് പറയാൻ തുടങ്ങിയപ്പോൾ ആളുകൾ അതിനെ വോട്ട് ചെയ്തു. ആ നറേറ്റീവിന് പിന്തുണ കിട്ടാൻ തുടങ്ങി. ആ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് കോൺഗ്രസ് തുടച്ചു മാറ്റപ്പെടുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഒരിടത്തും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. അത് യു പിയിലാവട്ടെ, ബീഹാറിലാവട്ടെ, ഗുജറാത്തിലാവട്ടെ, കോൺഗ്രസ് തിരിച്ചു വരുന്നില്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ കോൺഗ്രസ് അവിടെ നിന്ന് എന്ത് പാഠം പഠിക്കുമെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാഠമൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് OBC പൊളിറ്റിക്സൊക്കെ ഇപ്പോൾ പറയാൻ തുടങ്ങുന്നത്. സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, OBC രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, ഭരണഘടനയെക്കുറിച്ച് കൂടുതലായി പറയുന്നത്. ഈ ഡിസംബർ 6 എന്ന് പറയുന്നത് ബാബരി മസ്ജിദ് തകർത്ത ദിവസം മാത്രമല്ല, അംബേദ്കർ മരിച്ച ദിവസം കൂടിയാണ്. അത് ആ ദിവസം തന്നെ ഇതിന് ആ പരിപാടിക്ക് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ അംബേദ്കറെ പറ്റി സംഘപരിവാരും RSSും ഒക്കെ അവർ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ശാഖയിൽ അംബേദ്കറെയും ശ്രീനാരായണ ഗുരുവിനെയും മഹാത്മാ ഫൂലെയും സ്മരിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് RSS ശാഖകൾ തുടങ്ങുന്നതെന്ന് നാരിക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്തത് അംബേദ്കറുടെ ചരമദിനം തന്നെയാണ്. രാമജന്മഭൂമി പ്രൊട്ടസ്റ്റ്, ആ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ അംബേദ്കറെ കുറിച്ചുള്ള സംഘപരിവാറിൻ്റെ നറേറ്റീവ് എന്തായിരുന്നു നമുക്കറിയാം. അംബേദ്കറെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നവർ ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷമാണ് അംബേദ്കറെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നും കാണാം.